പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കാൻ കൃപ തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കാൻ, നിന്റെ കരുത്തിലും നിന്റെ പണത്തിലും നിന്റെ മക്കളിലും ബാങ്ക് ബാലൻസിലും ആശ്രയിച്ച് ജീവിക്കാനല്ല, നിന്റെ ബുദ്ധിയെ ആശ്രയിച്ച് ജീവിക്കാനല്ല, മറിച്ച് കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കാൻ എനിക്കും നിനക്കും ഇന്ന് കഴിയട്ടെ. ആശ്രയിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല. അത് ആഴത്തിൽ ചിന്തിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഒരു വാക്കാ. വചനം പറയുന്നുണ്ടല്ലോ, സങ്കീർത്തനം 32:10, കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. കർത്താവിൽ ആശ്രയിക്കണം, അപ്പോൾ അവിടുത്തെ സ്നേഹം നമ്മളെ വലയം ചെയ്യുമെന്ന് പറയുക. ആശ്രയിക്കുക എന്ന് പറയുന്നത് വെറുതെ നമ്മൾ പ്രാർത്ഥിച്ച് കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുക എന്നുള്ളതല്ല. ആശ്രയിക്കുക എന്ന് പറയുന്നത് അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക, അവിടുത്തെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുക. കുറേ കൂടി ആഴത്തിൽ പറയുവാണെങ്കിൽ നിന്റെ രഹസ്യ ജീവിതം കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ആക്കി മാറ്റുക. നിന്റെ ഉള്ളിൽ, നിന്റെ ഹൃദയത്തിൽ ഒരു അഴുക്കമില്ലാതെ ആക്കി മാറ്റുക. നിന്റെ ഹൃദയം വിശുദ്ധമാക്കി മാറ്റുക, നിന്റെ അധരങ്ങൾ വിശുദ്ധമാക്കി മാറ്റുക. നീ ഈശോ ആഗ്രഹിക്കുന്നത് കേൾക്കുക, ഈശോ ആഗ്രഹിക്കുന്നത് കാണുക, ഈശോ ആഗ്രഹിക്കുന്നത് പറയുക. വിശുദ്ധിയാ കർത്താവിലുള്ള ആശ്രയം എന്ന് പറയുന്നത്, നന്മയാ കർത്താവിലുള്ള ആശ്രയം എന്ന് പറയുന്നത്. അങ്ങനെ വിശുദ്ധിയോടുകൂടെ നീ ജീവിക്കുവാണെങ്കിൽ, കർത്താവിൻ്റെ ഹിതമനുസരിച്ച് നീ ജീവിക്കുവാണെങ്കിൽ അവിടുത്തെ സ്നേഹം നിന്നെ വലയം ചെയ്യും. നിനക്കൊന്നിനും കുറവുണ്ടാവില്ല. വചനമുണ്ടല്ലോ, സങ്കീർത്തനം 34:10, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. എവിടെയും പഞ്ഞവും ദാരിദ്ര്യവും വന്നാലും നിനക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കാരണം എന്താ? കർത്താവിൽ ആശ്രയിക്കുന്നവനാ, കർത്താവിനെ ഭയപ്പെടുന്നവൻ. അപ്പോൾ സീരിയസ് ആയിട്ട് കർത്താവിനെ ജീവിതത്തിൽ കാണുക. അവിടുത്തെ സ്നേഹം എന്നെയും നിന്നെയും വലയം ചെയ്യും. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, എന്നെ പൊതിയുന്ന സ്നേഹമേ അങ്ങേക്ക് 1000 നന്ദി. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.